कृष्ण प्रणाम दर्शकों। हरे कृष्ण प्रभु जी प्रणाम। हरे कृष्ण माता जी। हरे कृष्ण प्रभु जी। हरे कृष्ण प्रणाम। हरे कृष्ण। എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ. കുഴപ്പമില്ല, ഗസ്റ്റ് ഉള്ളതിനും കുഴപ്പമില്ല. റൂൾ അതാണ് ഞാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേത്. കഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി. കൃപതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുദീനധാരിണം ശ്രീചൈതന്യമീശ്വരം. അജ്ഞാനതിമിരാന്ധ്യസ്യ ജ്ഞാനാഞ്ജലശലാകയാ ചക്ഷുർമിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം തദാദിസഭാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ. ശ്രീരൂപം സാഗരജാതം സഹന രഘുനാഥാനിതം തം സജീവം സാദൈവം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹന ലളിതാ ശ്രീവിശാഖാനിം താംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധിഭ്യേവ ച പതിനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. പ്രഭാതിക്ക് ജയ ഗുരുദേവ്ക്ക് ജനതകോടി വൈഷ്ണവ ഭക്തർക്ക് ജയ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. നമ്മൾ ഇന്നലെ 30 വരെ അല്ല, എത്ര 29 എത്രയോ ചെയ്തത്? 25 22-ാമത്തെ 22 തൊട്ട് എടുക്കണം അല്ലേ? 22 കഴിഞ്ഞല്ലോ. ഇല്ല, 21 വരെ 22 തൊട്ട് തുടങ്ങണം. 22 തൊട്ട് തുടങ്ങണം പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, വായിച്ചോളൂ. ആരാ വായിക്കേണ്ടത്? 22-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. യദൃശ്ചയാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാപസിദ്ധൗ ച കൃത്വാപീജ്ഞാധിപത്യതേ. വിവർത്തനം. താനെ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്മുക്തനും നിൽമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അയാൾ ബന്ധനല്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ ഇതിൽ പറയണെന്ന് വെച്ചാൽ താനെ വന്നു ചേരുന്ന നേട്ടങ്ങൾ സംതൃപ്തനും ദ്വന്ദ്മുക്തനും നിർമത്സരനും ജയപരാജയങ്ങൾ സമഭാവനയോടെ കൈക്കൊള്ളുന്നവൻ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബന്ധനല്ല. അപ്പൊ നമ്മളിത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ, ഭക്തരെ സംബന്ധിച്ചാണ് ഒരു ഭക്തന്റെ ക്വാളിറ്റി ഉണ്ടായിട്ടാണ് ഇതിൽ പറയുന്നത് അല്ലെ. കാരണം ഭക്തരാകുമ്പോൾ താനെ വന്നു ചേരുന്ന നേട്ടങ്ങൾ സംതൃപ്തനായി തീരും. അതിൽ പ്രത്യേകിച്ച് എഫേർട്സ് എടുക്കില്ല എന്ന് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്തന്റെ ലെവൽ വരുമ്പോഴാണ് കേട്ടോ നമ്മളൊക്കെ എല്ലാവരും എടുക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്താണ് നമ്മളെപ്പോഴും ഒരു മൈൻഡിൽ നമ്മൾ ഉണ്ടാവേണ്ടത് എന്താണ്, നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യണം. ഈവൻ നമ്മളെ ചൈതന്യ മഹാപ്രഭു എന്താ പറയുന്നത് നമുക്കറിയാം അല്ലേ, ദാസാന് ദാസാന് ദാസ അതല്ലേ.
അപ്പൊ ആ ലെവലിലായിരിക്കണം. അപ്പം നമ്മള് ചൈതന്യപ്രഭു അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെവലിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ ചിന്തിക്കാൻ ഇത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ലെവൽ ഭക്തൻ അങ്ങനെ ഉയർന്നു വരുമ്പോ ആ ഭക്തന് താനെ വന്നു ചേരുന്നത്. അതാണ് ആചാര്യന്മാര് ശ്രദ്ധിച്ചാൽ അറിയാലേ. അവർക്ക് പറയുമ്പോൾ എന്താണ് അവർക്ക് എന്താ അവരെ പ്രത്യേകത എന്തൊക്കെയാണ്? ആചാര്യന്മാരെ പ്രത്യേകതകൾ എന്താണ്? ആചാര്യന്മാർക്ക് നമുക്ക് നമ്മളിൽ നിന്ന് അവരും നമ്മളിലുള്ള വ്യത്യാസം എന്തായിരിക്കും? നിർമ്മത്സരാനം ആയിരിക്കും. അതൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്കറിയാം. ഒരു ജയപരാജയങ്ങളൊക്കെ ഇല്ല. അല്ലാണ്ട് നമുക്ക് ജനറൽ ആയിട്ട് എന്താ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റുക? അവർ ദ്വന്ദ്ങ്ങൾക്ക് അതീതരാണ്. ദ്വന്ദ്ങ്ങൾക്ക് അതീതരാണ്. പിന്നെ കൃഷ്ണന്റെ സംതൃപ്തിക്ക് വേണ്ടി അവരെന്ത് പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ്. കൃഷ്ണന്റെ സമൃദ്ധിക്ക് വേണ്ടി എന്തും പ്രവൃത്തി അവർ ചെയ്യും. അവർ ശരീരം ഒന്നും അവർ നോക്കൂല, അല്ലെ? പിന്നെന്താണ്? ഇപ്പൊ പ്രഭുപാദറിന്റെ ഒരു ഉദാഹരണം വെച്ച് തന്നെ പറഞ്ഞോളൂ. നമുക്ക് പ്രഭുപാദ സ്വാമിന്റെ വെച്ച് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം വെച്ച് നോക്കുമ്പോ പല കാര്യങ്ങളും നമുക്ക് കാണാം. അതായത് ഇപ്പൊ ഞാൻ 2-3 പോയിന്റ്സുകൾ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുരു ആവുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഇതൊക്കെ അതിൽ വരുന്നതാണ്. സാധാരണ സമൃദ്ധി ഉണ്ടാവും, നേട്ടങ്ങൾ കിട്ടുന്നത്. അത് കിട്ടുന്ന നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ അത് സമൃദ്ധി ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാരെ അവർക്ക് എന്താ പറയുക, കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും അവർക്ക് ഒരു ഫീലിങ്സ് ആയിരിക്കും, അല്ലെ? നമുക്കറിയാം അവരെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കും. ഇപ്പൊ അവര് വ്യാസാനത്തിലിരുത്തി അവർക്ക് കുറെ പാദസേവനമൊക്കെ ചെയ്താലും അത് അവർക്ക് അത് എന്നെയാണ് ചെയ്യുന്ന അവർക്കൊന്നും ഫീൽ ചെയ്യില്ല, അല്ലെ? ഇപ്പൊ നമ്മള് പ്രഭാത സ്വാമിയുടെ അതൊക്കെ കാണുന്ന നമ്മൾ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ആ ലെവലിലായിരിക്കും അവരെ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയിൽ ബദ്ധനല്ല. മനസ്സിലായ? അപ്പൊ അത് എന്നെ അവര് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കാല് കഴുകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊട്ടാരാണല്ലോ അവര് തരുന്നത്. ഇനിയിപ്പൊ അതിനൊരു ഉദാഹരണം എന്ന് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഭാത സ്വാമിയുടെ കഥ പറയുമ്പോൾ വലിയ വലിയ കാടമ്പര കാടുകളിലൊക്കെ പോവായിരുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയ ഗുരു ആണെങ്കിൽ ഇതിലൊക്കെ പോകാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ ചെയ്യണ ലെവലിലായിരിക്കണം. ഇന്ന് വീഡിയോ അവരൊന്ന് മ്യൂട്ട് ചെയ്തവരും പുറത്താണെന്നുണ്ടാരോ. അപ്പൊ നമ്മള് അതേ ലെവലിലായിരിക്കണം. അപ്പൊ അതാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആചാര്യന്മാരെയാണ് നമുക്ക് ശരിക്കും ഒരു ഭക്തൻ. അപ്പൊ ഭക്തനിലുള്ള ക്വാളിറ്റീസ് ആണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. കൃഷ്ണാബോധത്തിലുള്ള തന്റെ സേവനത്തിൽ മറ്റവരുടെ പ്രവൃത്തി മറ്റാരുടെയും പ്രവൃത്തി തടസ്സമായി തീരാൻ അനുവദിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാന് മുൻനിർത്തി ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിനെ എഫക്ട് ചെയ്യാണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളെ ബാധിക്കില്ല. മറ്റുള്ളവരെ പ്രവർത്തനങ്ങളോ നമ്മളെ ബാധിക്കാൻ പാടില്ല. അതാണ് കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറയുന്നത്. ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങൾ അസ്വസ്ഥനാകാതെ ഭഗവത് സേവനാർത്ഥം ഏത് ജോലിയിൽ ഏർപ്പെടാനും ഭക്തന് കഴിയും. അപ്പൊ നമുക്കിപ്പോ ഇപ്പൊ രാത്രിയാണെങ്കിലും സമയം വൈകി, ഇന്ന് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അവർ ചിന്തിക്കില്ല. അതാണ് ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളൊന്നും അവരെ എഫക്ട് ചെയ്യില്ല. പിന്നെ എന്താണ് ജോലി, പിന്നെ സുഖദുഃഖങ്ങളായ ശീതോഷ്ണങ്ങളാണ് പ്രപഞ്ചത്തിന് ദ്വന്ദ് ആത്മകത അനുഭവപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ക്ലിയർ ആയിട്ട് അറിയാം. ഭൗതിക ശരീരം അല്ലെങ്കിൽ ഭൗതികതയാണ് ഇതിന്റെ എല്ലാത്തിന്റെ കാരണം. അത് എന്നെ ബാധിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ടാവും. അത് ശരീരത്തിനോ ഭൗതിക ചുറ്റുപാടിനോ അവരൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കില്ല. അതിന് പറഞ്ഞു ഇപ്പൊ അവര് കുടിലായാലും കൊട്ടാരത്തിലാണെങ്കിലും ഭക്ഷണം കിട്ടിയാലും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും അവർക്ക് ഒരേ ഫീലിങ്സ് ആയിരിക്കും. ആ ലെവലിലേക്കാണ് അവർ വരുന്നത്. നമ്മൾ ചെന്ന് നമസ്കാരം ചെയ്താലും നമസ്കരിച്ചില്ലെങ്കിലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. ആ ലെവലിലേക്ക് അവർ വളർന്നിട്ടുണ്ടാവും. കൃഷ്ണബോധജ്ഞനായ വ്യക്തി ഈ ദന്തങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും അയാൾക്ക് കുലുക്കമില്ല. പൂർണ്ണമായ അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണത്. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ജ്ഞാനമല്ല അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനിലേക്ക് കണക്ഷൻ ആയി കഴിഞ്ഞല്ലേ. അങ്ങനെ വരുന്നവർക്ക് വിജയ പരാജയം ഒന്നുമില്ല. അവര് ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞവരാണ്. അപ്പൊ അവർക്ക് നമുക്ക് ഒരു തോൽവി വരുമ്പോൾ എനിക്ക് തോറ്റല്ലോ എന്തൊരു കാര്യത്തിലും നമ്മൾ എത്ര ഉയർന്നാലും നമ്മൾ പതുക്കെയാണ് ഉയരുന്നത്. അപ്പൊ എന്താ പറയുക, അങ്ങനെ നമുക്കത് പല പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ശരിക്കും ഒരു ഭക്തന്റെ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ വിജയ പരാജയം എന്നുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല എന്ന് പറയുന്നത്. അതൊക്കെയാണ് അതിന്റെ പ്രത്യേകിച്ച് നമ്മളിത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉയർന്ന ലെവലുള്ള ഭക്തന്മാർ. നമ്മൾക്ക് ജനറൽ ആയിട്ട് പറയുമ്പോൾ അറിയാലല്ലേ, ഉന്നത ഭക്തർ, അതായത് 3 തരം: കനിഷ്ക, പിന്നെ മധ്യമ, ഉത്തമം. അപ്പൊ ഉത്തമ ലെവലിലുള്ള ഭക്തന്മാരെ പറ്റിയിട്ടുള്ള ചെറിയൊരു ശ്ലോകമാണ് അത് പറഞ്ഞത്. അടുത്ത ശ്ലോകം. ഗതസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിതചേതസഃ
യാചരത കർമ്മ സമഗ്രം പ്രബലീയതേ. ഹരേ കൃഷ്ണ. വിവർത്തനം. ത്രിഗുണങ്ങളാൽ ബന്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ആളുടെ കർമ്മങ്ങൾ യജ്ഞാർത്ഥം ചെയ്യപ്പെട്ടതാകയാൽ നിശേഷം ദഹിച്ചു പോകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇത് അത് തന്നെയാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങൾ എവിടെയാണുള്ളത്? ഭൗതിക പ്രകൃതിയില്. അപ്പൊ ഭൗതിക പ്രകൃതി എന്താണെന്ന് അറിയാം, ത്രിഗുണങ്ങൾ എന്താണെന്ന് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റും. അതീന്ദ്രിയ ലെവലിലേക്ക് ഉയർന്ന വ്യക്തികൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അതീന്ദ്രിയ ലെവലിലേക്ക് ഉയർന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ന് പറയാം, ഭക്തൻ എന്ന് പറയാം. അപ്പൊ ആ വ്യക്തികൾക്ക് എന്താണ് പൂർണ്ണമായി സിദ്ധി ചെയ്യുന്ന കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. കാരണം അവർ പിന്നെ തന്നെ ആത്മീയതയിലുള്ള വർക്കുകളാണ് അവർ ചെയ്യണത് അല്ലെ. ഭൗതികത അവർക്ക് വെട്ടുകഴിഞ്ഞു. അവർക്ക് ഭൗതികത എന്താണെന്ന് മനസ്സിലായി, ത്രിഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാതും നമുക്ക് തോന്നും അത് ഫിസിക്കലായിട്ട് ചെയ്യണമെന്ന്, പക്ഷെ അവരെല്ലാ കർമ്മങ്ങളും ദിവ്യതയിൽ വലയം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണമായ കൃഷ്ണാബോധം ഉണ്ടാകുമ്പോൾ ഒരാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്തനാകുന്നു. അതോടെ ത്രികോണങ്ങളിലുള്ള മാലിന്യങ്ങൾ നീങ്ങുന്നു. അപ്പൊ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഭഗവാനിലേക്ക് കാര്യങ്ങൾ അടുക്കും തോറും, ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് അടുക്കും തോറും നമ്മളെ ഭൗതികത പതുക്കെ പതുക്കെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പിന്നെ കൃഷ്ണനുമായി ബന്ധത്തിലുള്ള തന്റെ മൂലസ്വരൂപം അറിയാവുന്ന അയാൾക്ക് മുക്തനാകും. അപ്പൊ എന്താണ്, നമ്മൾ ഉയർന്നു വരുമ്പോൾ അയാൾ ലെവലിലേക്ക് വരുമ്പോൾ തന്റെ മൂലസ്വരൂപം നമ്മളത് ശ്രദ്ധിക്കണം. മൂലസ്വരൂപം, അതായത് നമുക്ക് മൂലമായ ഒരു സ്വരൂപമുണ്ട്, നമുക്ക് ബേസിക് ആയിട്ട് ഒരു സ്വരൂപമുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോഴാണ് ആ വ്യക്തി മുക്തനായി മാറുന്നത്. ഞാൻ ഈ ഭൗതിക ശരീരമല്ല, എനിക്ക് ഒരു ആത്മീയ ശരീരമുണ്ട് എന്ന് മനസ്സിലാവും. അത് എപ്പോഴാണ് മനസ്സിലാവും? കൃഷ്ണാബോധത്തിന് നിലനിൽക്കുമ്പോ, കൃഷ്ണാബോധത്തിന്റെ ആ ഉയർച്ച വരുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാവുക എന്ന് പറയുന്നത്. കൃഷ്ണബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അപ്രകാരം അയാൾ ചെയ്യുന്നതെന്നും കൃഷ്ണന് വേണ്ടിയാണ്. അതിന് ഉത്തമാധികാരി എന്ന് പറഞ്ഞവരെ ക്വാളിറ്റി അതാണ് അല്ലെ. അവർക്ക് എന്താണ്, രണ്ടും ഉണ്ടാവും. എന്താ ഉണ്ടാവുന്നത്? രണ്ടാണ് ഉത്തമാധികാരി. അത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആചാര്യന്മാരുടെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ 3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ല, ജനറൽ ആയിട്ട് പറയുമ്പോഴാണ് 3 ഗ്രൂപ്പ് അല്ലെ. ഏറ്റവും ടോപ്പ് ഇപ്പൊ പ്രബോധസ്വാമിന്റെ എടുത്തു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി എന്തായിരിക്കും, അവർക്ക് ഉണ്ടാവുന്ന പ്രത്യേകതകൾ എന്തായിരിക്കാം? അവര് താഴ്ന്ന ജാതിയോ ഉയർന്ന ജാതിയോ ഒന്നും നോക്കുകയല്ല, പാവപ്പെട്ടായാലും എല്ലാവരും ഒരേ ദൃഷ്ടിയോടെ നോക്കും. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സിനോട് ബന്ധപ്പെടുത്തി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. കൃഷ്ണബോധത്തിൽ നിന്ന് അയാളുടെ മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അപ്രകാരം അയാൾ ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ കൃഷ്ണന് വേണ്ടി എന്താ ചെയ്യുന്നത് അല്ലെ, എന്തുകൊണ്ട് മനസ്സിനെ പിൻവലിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല? അങ്ങനെ ഉയർന്ന ഒരു ലെവലിലുള്ള വ്യക്തിനെ നമുക്ക് താഴത്തേക്ക് വലിക്കാൻ പറ്റില്ല. അപ്പൊ കനിഷ്ക ലെവലിലുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കനിഷ്ക ലെവലിലുള്ള വ്യക്തികൾ നമ്മളെ പോലുള്ള കാരണം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങും അല്ലെ. അവര് നമ്മളെ താഴ്ന്ന ലെവലിലുള്ളു. പക്ഷെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർ എന്ത് പറഞ്ഞാലും അവർ അതിൽ നിന്ന് മാറില്ല. അതാണ് പറഞ്ഞത്. മനസ്സിനെ പിൻവലിക്കാൻ സാധ്യമല്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. അവർക്ക് അതിന്റെ കാരണങ്ങൾ അറിയാൻ പറ്റും. അവരെ പ്രത്യേകത അതാണ്. ഭഗവാൻ നമുക്കൊരു ശരിക്കും ഒരു 100% ഒരു കാര്യത്തിനെ പറ്റി 100% നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിടൂല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണല്ല. ഇത് തന്നെയാണ് ഗുരുക്കന്മാർ. അവർക്ക് കാരണ സഹിതം മനസ്സിലായിട്ടുണ്ട് ഭഗവാൻ എന്താണെന്ന്. അത് കാരണം കൊണ്ടാണ് അവരെ എത്ര പറഞ്ഞാലും അവർ പിൻവലിയില്ല എന്ന് പറഞ്ഞു. അത് അതിന്റെ കാരണ സഹിതം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അതിന്റെ പ്രത്യേകത. അത് കാരണം കൊണ്ടാണ് അവർ അപ്രകാരം അയാൾ ചെയ്യുന്നതെന്നും കൃഷ്ണന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നത്. പരംപുരുഷനായ കൃഷ്ണനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് യജ്ഞങ്ങൾ. അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അതുകൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അല്ലെ. കാരണം നമ്മൾ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തികളും അത് ഭഗവാന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കൺസെപ്റ്റ് അവരെ മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അയാളുടെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക. കാരണം വേറെ അതിന്റെ അപ്പുറത്തേക്ക് ചിന്തയുണ്ടാവില്ല. അത്ര അവർക്ക് 100% മൈൻഡ് 100% സെറ്റ് ആയിട്ടുണ്ടാവും. അതാണ് അതിന്റെ പ്രത്യേകത. യജ്ഞങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീന്ദ്രയിൽ ലയിക്കുന്നതിനേക്കാൾ അയാൾക്ക് ഭൗതിക ഫലങ്ങൾ കഷ്ടപ്പെടുന്നില്ല. അപ്പൊ എന്താണ്, നമ്മള് യജ്ഞങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അതീന്ദ്രിയ. അപ്പൊ നമുക്കറിയാം പൂജ കർമ്മങ്ങൾ എന്താ ചെയ്യണത്. യജ്ഞങ്ങൾ എന്ന് പറയുമ്പോ എല്ലാതും വരും അതില്.
ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും ആ യജ്ഞങ്ങളിൽ നിന്നുള്ള എന്ത് പ്രവർത്തനം വന്നാലും അവരെ ബാധിക്കില്ല. അതൊക്കെ അതീന്ദ്രിയതയിലാണ് അല്ലെ. അതാണ് പറഞ്ഞത്, ഭഗവാന് വേണ്ടുന്ന ചെയ്യുന്ന കാര്യങ്ങളെല്ലാതും നമ്മൾ അതീന്ദ്രിയതയിലുള്ളതാണ്. അതാണ് നമ്മൾ പറയണതില്ല. ഇപ്പൊ നമ്മള് ഇതിൽ പിന്നിൽ നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, നമുക്കറിയാവുന്നതാണ്. ആചാര്യന്മാര് തൊട്ട് അതുപോലെ തന്നെ അമ്പലങ്ങള്, ക്ഷേത്രങ്ങൾ, പല കാര്യങ്ങളും പല രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊന്നും ഔട്ട്പുട്ട് ഇല്ല അല്ലെ, അവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടണില്ല. അപ്പൊ അതൊക്കെ എന്താണ്, അതാണ് ഇതിന്റെ പറയണത്. അതിൽ നിന്നുള്ള യജ്ഞങ്ങളിൽ നിന്നുള്ള പ്രതികരണം അതീന്ദ്രിയതയിൽ ലയിക്കുന്നതിൽ അയാൾക്ക് ഭൗതിക ബലങ്ങളാൽ കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. നമ്മൾ ചെയ്യുന്നത് മുഴുവനും ഭഗവാന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള ഫലങ്ങൾ നമുക്ക് നമ്മളെ ഭൗതികമായിട്ട് കഷ്ടപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. കാരണം നമ്മളത് സമർപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരുന്നത് അല്ലെ. ഇവിടെ തന്നെ ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിലായിരിക്കും ഈ ഭക്തന്മാരെ ചിന്താഗതി, അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം ബ്രഹ്മ 24. ബ്രഹ്മാർപ്പണം ബ്രഹ്മ ഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. വിവർത്തനം. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്യുന്നത് കൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവം ഉള്ളവയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിൽ പറഞ്ഞത് കൃഷ്ണബോധത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായി ആത്മീയത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞങ്ങൾ അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളവയാണ്. അപ്പൊ അതിനൊന്ന് കമ്പയർ ചെയ്യാനാണ് ബേസിക് ആയിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധ്യാത്മിക പ്രവർത്തനം അയാൾ സ്വയം സമർപ്പിച്ചു കഴിഞ്ഞു അല്ലെ. ഒരാളെ ജീവിതം, ആ ജീവിതം മുഴുവനും, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ബ്രഹ്മചാരികളെ കൂട്ടിയാൽ മതി, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അവരെ ജീവിതം മുഴുവനും സമർപ്പിച്ച് കഴിയുമ്പോൾ എന്താണ്, അവരെ ആത്മാവും അവരെ ശരീരവും കഴിഞ്ഞു അല്ലെ. ശരീരവും ഭഗവാനെ സമർപ്പിക്കണം. നമ്മൾ ആത്മാവ് മാത്രമല്ല ശരീരവും സമർപ്പിക്കണം. അതാണ് പറഞ്ഞതുപോലെ അങ്ങനെയുടെ യജ്ഞത്തിൽ ഹവിസും യജ്ഞാഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവമുള്ളത്. നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഭഗവാന് വേണ്ടി സമർപ്പിക്കുമ്പോൾ രണ്ടും ആത്മീയ സ്വഭാവത്തിലേക്ക് കൈവരും എന്നാണ് പറയുന്നത്. അത് അതിൽ പറഞ്ഞു, ഭൗതിക മാലിന്യങ്ങളാകപ്പെട്ട ബദ്ധജീവാത്മ ഭൗതികമായ ചുറ്റുപാടിൽ നിന്ന് പുറത്ത് വന്നേ തീരൂ. ബദ്ധജീവാത്മ ഈ ഭൗതിക അന്തരീക്ഷത്തിൽ നിന്ന് വിട്ടുമാറുന്ന പ്രക്രിയയാണ് കൃഷ്ണാവബോധം. നമ്മളെ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്ക് നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ട് ആ പ്രക്രിയയാണ് ശരിക്കും കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. കാരണം 14 ലോകം നമുക്കറിയാല്ലേ, ഭൗതിക ലോകം എന്ന് പറയുന്നത് അത്രയും ലോകങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വേറുള്ള വിശ്വാസം നമുക്കറിയാം, പല രീതിയിലുള്ള മതങ്ങളുണ്ട് അല്ലെ. അവർക്ക് നമുക്കറിയാം ജസ്റ്റ് അവരെ സംബന്ധിച്ച് സ്വർഗ്ഗലോകം വരെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിനനുസരിച്ചോ സ്വർഗ്ഗലോകം അല്ല നമുക്ക്, പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോകണല്ലേ, തപോലോകം, ജനലോകം, ബ്രഹ്മലോകം. അത് ഒരു ബ്രഹ്മാണ്ടായിട്ടുള്ള, അങ്ങനെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളാണ് അല്ലെ. അപ്പൊ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിൽ വരുമ്പോ തന്നെ പിന്നെ വരുന്നത് നമുക്കറിയാം അവതാരങ്ങൾ. അതും പറയുന്നത് പുരുഷാവതാരങ്ങളാണ് അതിന്റെ പിറകിലുള്ളത്. അത് തന്നെ ഒരാൾ 3, പിന്നെ അതിന്റെ പിറകിലേക്ക് അവതാരങ്ങൾ, അതിന്റെ പിറകിലാണ് ശരിക്കും എന്നിട്ട് വൈകുണ്ഠ ലോകങ്ങൾ തന്നെ വരുന്നത് അല്ലെ. അപ്പൊ അതിൽ തന്നെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ, മീൻസ് വൈകുണ്ഠ ലോകങ്ങൾ, അതിന്റെ മുകളിലാണ് ശരിക്കും എന്താണ് ഭഗവാന്റെ ഗോലം. അപ്പൊ ഇത്രയും വാസ്റ്റ് ആണ് നമ്മളായ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഇത് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഈ ബ്രഹ്മലോകം മുഴുവൻ അതിൽ നിന്ന് പുറത്ത് കിടക്കണം. അതാണ് ഭഗവാനെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കാരണം ഇത്രയും ലെവല് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പൊ ക്ഷീരോത്പന്നങ്ങൾ അമിത ഉപയോഗത്തിൽ കുടലോകം ബാധിച്ച ഒരാൾക്ക് പാൽ എന്ന് മറ്റുള്ള തൈര് ഔഷധമായി തീരുന്നു. അതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭൗതിക ലോകത്താണ് നമ്മൾ വർക്ക് ചെയ്യണത് അല്ലെ. ഭൗതിക ലോകത്ത് നമ്മൾ നിലനിൽക്കുമ്പോ അത് തന്നെ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് കടക്കാൻ വേണ്ടി. അതാണ് പറയുന്നത് അതിന്റെ മീനിങ്. കാരണം നമുക്ക് വേറൊരു മാർഗ്ഗം ഇല്ല. അപ്പൊ ആ മാർഗം എന്ന് പറഞ്ഞ ഭൗതിക, അതാണ് പറഞ്ഞത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പ്രഭുപാദ സ്വാമിയുടെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട്, ഒരു ശിഷ്യന്റെ കഥ പറഞ്ഞില്ലെന്നില്ലേ. കാരണം എന്താ വെച്ചാൽ ശിഷ്യൻ നമ്മളോടല്ല സംസാരിച്ചത്, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്, ശിഷ്യന്റെ ഒരു കഥ പറഞ്ഞത്, ശിഷ്യൻ ആത്മഹത്യ ചെയ്യണത് ഈ ക്ലാസ്സിലല്ലേ പറഞ്ഞത്? അതെ ബ്രോ, ആണ് ക്ലാസ്സിൽ. അതെ തന്നെയാണ്. അപ്പൊ കാരണം നമ്മൾ ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കണം നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. അതാണ് പാലിനും തൈരിനും ഒരു ഉദാഹരണം വെച്ചാണ്. ഭൗതിക ലോകത്തിന്റെ വസ്തു ഉപയോഗിച്ചിട്ട് തന്നെ ഭൗതിക ലോകത്തിൽ നമ്മൾ പുറത്തേക്ക് ചാടണം. ഭൗതികതയിൽ മുഴുകിയ ബദ്ധന ഒരു ആത്മാവിന് കൃഷ്ണബോധമാണ് പ്രത്യക്ഷമായ ഔഷധം. അപ്പൊ കൃഷ്ണാവബോധം അതെങ്ങനെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കൂടെ തന്നെ അത് നമ്മൾ ചെയ്തെടുക്കണം അല്ലെ. കാരണം നമ്മൾ ഭൗതിക ലോകത്താണ് കൃഷ്ണാബോധം നമ്മൾ നേടിയെടുക്കണം.
അപ്പൊ അതില്ലാണ്ട് നമുക്ക് ഭൗതിക ലോകത്തിലുള്ള ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ഭൗതിക പദാർത്ഥം അതാണ് നമ്മൾ പറയണത്, സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം മുഴുവനും നമ്മൾ പൂർത്തീകരിക്കേണ്ടത്. അതാണ് ചിലപ്പോൾ പ്രേതാത്മാക്കളായിട്ട് നമ്മൾ അലഞ്ഞു തിരിയും. കാരണം നമ്മളിപ്പോ നമുക്കൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും, അതാണ് സൂയിസൈഡ് ഒട്ടും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു പർട്ടിക്കുലർ ടൈം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, അതിന്റെ അപ്പുറത്ത് നമ്മൾ ചെയ്തതിന് നമുക്ക് ശരീരം ഉണ്ടാവില്ല എന്നുള്ളൂ, പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾക്കിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മള് ശരീരത്തിനായാലും ഈ ശരീരം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഭൗതിക പദാർത്ഥം എന്നത് പറയപ്പെടുന്നത് പരമസത്യത്തിനെ വിനിയോഗിക്കുമ്പോൾ അതിന് ആത്മീക സ്വഭാവം വീണ്ടെടുക്കും. അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഭൗതിക ശരീരം എന്നാണ് ഭൗതികത അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഭഗവാന് വേണ്ടി. അതാണ് അവിടെ ആത്മീയത കയറി വരുന്നത്. അപ്പൊ നമ്മളെ ശരീരം തന്നെ ആത്മീയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കൃഷ്ണാബോധം കൊണ്ട് ഈ മറ ഉടനെ നീക്കാം. അപ്രകാരം കൃഷ്ണാബോധത്തിൽ നിന്ന് അർപ്പിക്കപ്പെട്ടവയും ഈ നിവേദ്യത്തിൽ ഭോക്താവും ഉപഭോഗ പ്രക്രിയയും നിവേദനം ബലവും എല്ലാം ചേർന്ന ബ്രഹ്മൻ അഥവാ നിരപേക്ഷതത്വം. അപ്പൊ അൾട്ടിമേറ്റ് അത് നമ്മളെ ഭഗവാനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എല്ലാതും എന്തായിട്ട് മാറി? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആത്മീയമായിട്ട് മാറി. അതാണ് നമ്മൾ ഭഗവാന് പ്രസാദം നിവേദ്യം കൊടുക്കുന്ന സമയത്ത് പിന്നെ അത് കഴിക്കുമ്പോൾ അത് പ്രസാദമായി മാറുമ്പോൾ അത് അതീന്ദ്രിയത സബ്ജക്റ്റായി മാറി അല്ലെ. ഭഗവാൻ ഭുജിച്ചു കഴിഞ്ഞാൽ അത് അതീന്ദ്രിയമായിട്ട് മാറി. അപ്പൊ അതിനെ നമ്മൾ പദാർത്ഥം എന്ന് പറയാൻ പറ്റില്ല, അതിനെ നമ്മൾ നിവേദ്യം, അത് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് അത് മാറി. അത് കാരണം കൊണ്ടാണ് നമ്മളത് ആ പ്രസാദം കഴിക്കണം എന്ന് പറയുന്നത്, അതീന്ദ്രിയത. അതാണ് അതിന്റെ പ്രത്യേകത. കാരണം അത് കാരണം കൊണ്ടാണ് നമുക്ക് പറഞ്ഞ നമ്മളെ പാപപ്രതികരണങ്ങൾ മാറുന്നെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സാധാരണ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ മാറുമോ? ഇല്ല, ഒരിക്കലും മാറില്ല അല്ലെ. അപ്പൊ അതിന് അതീന്ദ്രിയ സ്വഭാവം അതിന് വന്നിട്ടുണ്ടാവും. ഭൗതിക പദാർത്ഥം എന്ന് പറയപ്പെടുന്ന പരമസത്യന് വിനിയോഗിക്കുമ്പോൾ അതിന് ആധ്യാത്മിക സ്വഭാവം വീണ്ടും കിട്ടുന്നു. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പോ നിവേദ്യം ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാൻ അത് ഭുജിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ആധ്യാത്മികമായി മാറി. പിന്നെ അത് ആധ്യാത്മികമാണ്. പിന്നെ അത് ഭൗതികമായിട്ടുള്ള വസ്തുവല്ല. അത് നമുക്ക് ഭൗതികമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് ഭൗതികമല്ല. അതുപോലെ തന്നെ നമ്മളെ ശരീരം നമ്മൾ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആധ്യാത്മികമായി മാറി. നമുക്ക് പുറമെ നിന്നും നോക്കുന്നത് അതിന് ആചാര്യന്മാരെ ശരീരവും മനസ്സും ഒരേപോലെ തോന്നും. കാരണം അവർക്ക് അങ്ങനെയായി മാറിക്കഴിഞ്ഞു. നമുക്ക് തോന്നുന്നതൊക്കെ രണ്ടും രണ്ടാണ് തോന്നും. ഇപ്പൊ നമ്മൾ പ്രസാദം നിവേദിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുന്നതാണ് അത് വീണ്ടും പ്രസാദം അതേപോലെ തന്നെ. പക്ഷെ അതല്ല ശരിക്കും. അതെന്താ പറയണത്? അത് ഭഗവാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ആധ്യാത്മിക സ്വഭാവം വീണ്ടും കിട്ടുന്നു. അധ്യാത്മ നിലയിൽ യജ്ഞകർത്താവും യജ്ഞദ്രവ്യവും അതിന്റെ ഭുക്തിയും യജ്ഞത്തിന്റെ യജമാന യജ്ഞബലവും എല്ലാം നിരപേക്ഷ തത്വത്തിൽ പരബ്രഹ്മത്തിന്റെ ഏകഭാവം കൈക്കൊള്ളുന്നു. ഇതാണ് കൃഷ്ണഭാവത്തിന്റെ രീതി. കംപ്ലീറ്റ് ആയ ഏകത, അതായത് ഭഗവാനിലേക്ക് എല്ലാതും കണക്ട് ആവണം. കാരണം തിരിച്ച് റിവേഴ്സ് ആണ്. കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നത്. അപ്പൊ എല്ലാ വസ്തുക്കളും നമ്മൾ അതിൽ ഉപയോഗിക്കുമ്പോൾ അത് വീണ്ടും ഭഗവാനിൽ തന്നെ കേന്ദ്രീകരിക്കും. അതാണ് ആ കൃഷ്ണബോധം എന്ന് പറയുന്നത്. ആ രീതി അതാണ്. എല്ലാതും എവിടെന്നാ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതാണ് കൃഷ്ണബോധത്തിന്റെ രീതി എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം 25. ദൈവമേവാപരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാജ്ഞാപരേ യജ്ഞം യജ്ഞേനൈവോപജുഹ്വതി. വിവർത്തനം. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ ആരാധിക്കുന്നു. മറ്റു ചിലർ ബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് എന്ന് പറഞ്ഞത് ഇത് പറഞ്ഞത് ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചില പരമ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കും. അത് നമ്മുടെ ചോയ്സ് ആണ് അല്ലെ. നമുക്കറിയാം ഭഗവാൻ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമുക്ക് അഷ്ടാംഗ യോഗം ചെയ്യണമെങ്കിൽ ചെയ്യാം, ധ്യാനയോഗം ചെയ്യണമെങ്കിൽ ചെയ്യാം, ദേവന്മാരെ ആരാധിക്കണം, ദേവന്മാരെ ആരാധിക്കുക, വേറെ എന്തെങ്കിലും പിശാചുക്കളെ ആരാധിക്കുന്ന ഇതൊക്കെ നമുക്ക് ചോയ്സ് ഉണ്ട്. അതുപോലെ ബ്രഹ്മജ്യോതിസിനെ ആരാധിക്കണമെങ്കിൽ ബ്രഹ്മത്തിനെ ആരാധിക്കും. അപ്പൊ ചിലർ യോഗികൾ അവർ ഭക്തർ തന്നെയാണ്. യോഗം എന്ന് പറയുമ്പോൾ ഉണ്ടായിട്ട് ഒരു ഭക്തന്റെ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അവര് ചിലപ്പോ ദേവന്മാരെ ആരാധിക്കുന്നു, യഥാവിധി അവർ ദേവന്മാരെ ആരാധിക്കും. ചിലപ്പോൾ അവര് പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കും. അപ്പൊ അവിടെ നിന്നാണ് വ്യക്തിഗത അല്ല, അവിടെ ഭഗവാനല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാന് വേണ്ടി പൂജകൾ ചെയ്യുന്നു. ആ വ്യക്തിഗത രൂപം അവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. ഫസ്റ്റ് ലെവലിന്റെ ഇത് പറയുന്നത് ബ്രഹ്മസാക്ഷാത്കാരാണ് അല്ലെ ഫസ്റ്റ് ലെവല്. പിന്നത്തെ ലെവലാണ് പരമാത്മാവ്, പിന്നത്തെ ലെവലാണ് ശരിക്കും ഭഗവാൻ സാക്ഷാത്കാരം. അപ്പൊ പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാനാണ്. അപ്പൊ നമ്മള് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിൽ കണ്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക എന്ന് പറയാം. അപ്പൊ നമുക്ക് ഏത് സാക്ഷാത്കാരായിരിക്കും ലഭിക്കാം? നമ്മളെ ചിന്താഗതി അതാണല്ല, ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നല്ല പറയുന്നത്.
3 സാക്ഷാത്കാരങ്ങൾ ഉണ്ടല്ലോ ശരിക്കും. അപ്പൊ അതിന്റെ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ അതൊന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ സാക്ഷാത്കാരം കിട്ടും. ഭഗവാൻ സാക്ഷാത്കാരം കിട്ടും. ഓക്കെ. പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പോയിന്റ്സ്? അതെ കൃഷ്ണപ്രഭു, ആദ്യം നമ്മൾ ബ്രഹ്മത്തെ കുറിച്ച് അതിനുശേഷം നമ്മൾ പരമാത്മാവിനെ കുറിച്ച് അറിയുന്നു. അവസാനം നമ്മൾക്ക് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് ബ്രഹ്മം, പരമാത്മ, ശ്രീകൃഷ്ണൻ. ഭഗവാനിൽ എത്തിച്ചേരുന്നു. ഭഗവാനെ എത്തിച്ചേരും. നമ്മ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മ വഴി ഇതിലെ കൂടെ ഒക്കെ കടന്നിട്ടാണ് നമ്മൾ അവിടെ എത്താം. നമ്മൾ ശരിക്കും ഭഗവാനെയാണ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നമ്മൾ ആദ്യം ബ്രഹ്മം, ഭഗവാൻ വരുമ്പോ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ വരുമ്പോ ഭഗവാന്റെ രൂപമല്ലല്ലോ നമ്മൾ കാണാം. ഇപ്പം പറയില്ല, ഒരു പ്രൈം മിനിസ്റ്റർ വരുമ്പോ പ്രൈം മിനിസ്റ്ററുടെ വണ്ടികൾ നമുക്ക് ഉള്ളിൽ കാണാം അല്ലെ ആദ്യം. പിന്നെയാണ് പ്രൈം മിനിസ്റ്റർ ഇറങ്ങി വരാം അല്ലെ. നമ്മ ആരെ കാണാനും നിൽക്കണം, ആരെ കാണാനും നമ്മൾ ആഗ്രഹിക്കണം, പ്രൈം മിനിസ്റ്ററിനെ കാണാനാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ സിറ്റിയിൽ ചെന്ന് അവിടെ നിൽക്കും. പ്രൈം മിനിസ്റ്റർ ഇറങ്ങി വരുമ്പോ ആദ്യം കുറെ സെക്യൂരിറ്റി ഗാർഡും അത് കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി വരും. അത് കഴിഞ്ഞിട്ട് കാറ് വരും. കാറിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഇറങ്ങും. അപ്പൊ നമ്മൾ കാണാൻ ആരെയാണ് ആഗ്രഹിച്ചത്? ഭഗവാനെ, അതുപോലെ പ്രൈം മിനിസ്റ്ററിന് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളപ്പോ ചിന്തിക്കണമൊക്കെ പ്രവർത്തിക്കണം. നമ്മളെ ചിന്ത എപ്പോഴും പ്രധാനമന്ത്രിനെയാണ്. പക്ഷെ നമ്മൾ ആദ്യം കാണാൻ സെക്യൂരിറ്റിക്കാരിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ പ്രോസസ്സാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിനെ, പക്ഷെ നമ്മൾ ആദ്യം കണ്ടു തുടങ്ങുക ഇതായിരിക്കും. അപ്പൊ പിന്നെ ദേവന്മാർക്കുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന മറ്റു ചിലരുണ്ട്. കൂടാതെ ഭഗവാന്റെ അവ്യക്തിഗത ഭാവത്തെ പരബ്രഹ്മത്തെ യജ്ഞങ്ങൾ കൊണ്ട് ഉപാസിക്കുന്നവരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങൾ, പലതരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. അപ്പൊ പൂജാവിധികൾ പല രീതിയിലുണ്ടെന്ന് പറയുന്നതാണ്. അത് നമുക്ക് ഓരോരുത്തരെ അവർക്ക് എന്താണ് ആഗ്രഹം അതിനനുസരിച്ച്, അല്ലെങ്കിൽ അവരറിഞ്ഞത് എന്താണ് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ സമ്പ്രദായങ്ങൾ എന്താണ് അതിനനുസരിച്ചായിരിക്കും ഓരോ പൂജാവിധികളും കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നത്. അപ്പൊ എല്ലാ യജ്ഞം അത് നമുക്കറിയാം. വൈദിക ഗ്രന്ഥത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശരിക്കും ഭഗവാനെ പ്രീണിപ്പിക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത്. പിന്നെ കൃഷ്ണാവബോധത്തോടെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ഒരാളെ മഹായോഗി എന്നോ ജ്ഞാനവര്യൻ എന്ന് വിളിക്കാം. അതാണ് കർത്തവ്യങ്ങൾ. എല്ലാ കർത്തവ്യങ്ങളും ശരിക്കും ഭഗവാന് വേണ്ടി ചെയ്യുന്ന, അതിന് യോഗി എന്ന് മാത്രമല്ല മഹായോഗിയാണ് അവൻ. അത് ജ്ഞാനിവര്യനോ എന്ന് നമുക്ക് പറയാൻ പറ്റും. കൃഷ്ണബോധമുള്ളവർ തങ്ങളുടെ സർവ ഭൗതിക സമ്പത്തും ഭൗതിക പ്രീതിക്ക് അർപ്പിക്കുന്നു. മറ്റു ചിലർ ക്ഷണികമായ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ഇന്ദ്രൻ, സൂര്യൻ മുതലായ ദേവന്മാരെ സ്വന്തം ഭൗതിക സുഖങ്ങൾക്ക് ഭൗതിക സമ്പത്തുക്കളാൽ യജ്ഞിക്കുന്നു. അപ്പൊ ഇവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഡയറക്ഷനാണ്. അതായത് ഒന്നെന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ദേവന്മാരെ ആരാധിക്കുന്നു. നമുക്കത് വേണം ഇത് വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോ നമ്മ ദേവസങ്കല്പത്തിലേക്ക് പോകണം. മറ്റേത് എന്താണ്? തിരിച്ചാണ്. നമ്മൾ എല്ലാതും ഭഗവാന് കൊടുക്കണം. നമ്മൾ അതിൽ നിന്നൊന്ന് നമ്മളിൽ ഉള്ളതടക്കം ഭഗവാന് നമ്മൾ കൊടുക്കുമ്പോഴാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ട് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അവ്യക്തിഗതവാദികൾ സ്വന്തം വ്യക്തിഭാവത്തെ ബ്രഹ്മത്തിൽ ലയിക്കുന്ന യജ്ഞമാണ് അനുഷ്ഠിക്കുന്നത്. പിന്നെ പറയണം അവ്യക്തിഗതവാദി. അപ്പൊ 2 തരം ഭാവങ്ങളുണ്ട്. ഒന്ന് വ്യക്തിഗത ഭാവം, ഒന്ന് അവ്യക്തിഗത ഭാവം. വ്യക്തിഗത ഭാവം എന്ന് പറയുമ്പോൾ ഭഗവാൻ കറക്റ്റ് ആദിമ പുരുഷൻ എന്നുള്ള ആ ഭാവം, അതായത് ഭഗവാന്റെ ശ്യാമസുന്ദര രൂപം, അത് ആദിമ. അവ്യക്തിഗത ഭാവം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലാ സർവ്വ പ്രപഞ്ചങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഭഗവാൻ ഒരു രൂപമില്ലാത്തൊരു സങ്കല്പത്തെ ആരാധിക്കുന്നവർ, അവരാണ് അവ്യക്തികാധിപ ലഭിക്കുന്നവർ. അവരെന്താ ചെയ്യുന്നത്? അവര് ബ്രഹ്മത്തിൽ ഭഗവാന്റെ ആയ പ്രകാശത്തെ ചെന്ന് ലയിക്കാനാണ് അവര്, സായുജ്യമുക്തിയാണ് അവരാഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. സർവീശ്വരൻ നിയോഗിച്ച ശക്തമായ സത്തകളാണ് ദേവന്മാർ. ഈ പ്രപഞ്ചത്തോടെ ചൂട്, വെളിച്ചം, വെള്ളം മുതലായി വിതരണം ചെയ്ത് പരിപാലിക്കുന്നത് അവരുടെ കർത്തവ്യമാണ്. അപ്പൊ എന്താണ്? ഭഗവാൻ ഓരോരുത്തർക്കും ദേവന്മാർക്കും അവരവരുടേതായ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവർ കറക്റ്റ് ആയിട്ട് ആ ഡ്യൂട്ടീസ് അവർ ചെയ്തു പോകുന്നു എന്ന് മാത്രമുള്ളത് അവരുടെ കർത്തവ്യമാണ്, അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്യേണ്ടതാണ്. തെറ്റണെങ്കിൽ തെറ്റ്, ശരി എന്താണ് ഭൗതിക പ്രത്യേകത അതിനനുസരിച്ച് അവരുടെ ഡ്യൂട്ടീസ് അവർ ചെയ്തുകൊണ്ടിരിക്കും. പരമസത്യത്തിന്റെ അതീന്ദ്ര സ്വഭാവത്തെ കുറിച്ചറിയാൻ തത്വജ്ഞാനപരമായ ഊഹാഭാവങ്ങൾ ഏർപ്പെട്ട് സമയം പാഴാക്കുന്നു ചിലർ.
അപ്പൊ അതിനകത്ത് ജ്ഞാനികളെ സംബന്ധിച്ചാണ് പറയുന്നത്. സാഖ്യ സിദ്ധാന്തം അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം നമുക്ക്. അവരെന്താണ് അതീന്ദ്ര സ്വഭാവത്തെ കുറിച്ച് തത്വജ്ഞാനപരം ഊഹാഭോഗങ്ങളിൽ സമയം പാഴാക്കുന്നു. അപ്പൊ അവർക്ക് സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചില പലപ്പോ ജന്മങ്ങൾ തന്നെ അവർക്ക് വേണ്ടി വരും ലാസ്റ്റ് ഭഗവാൻ അറിയാൻ വേണ്ടി. ലാസ്റ്റ് ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞാലോ അവര് ഭക്തിയോഗത്തിലേക്ക് കിടക്കുകയും പിന്നെ അവരവിടെ നിന്ന് മുന്നേറുകയും ചെയ്യും. അർജുനൻ എല്ലാ ഭൗതിക സമ്പത്തും സർവവും തന്നെ കൃഷ്ണന് വേണ്ടി സമർപ്പിക്കുന്നു. ഉത്തമ യോഗിയാണ് അദ്ദേഹം. അതേസമയം സ്വവ്യക്തിത്വം നഷ്ടപ്പെടുന്നുമില്ല. അപ്പൊ പറയണം ഭഗവാൻ, അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അർജുനനിൽ കൂടി നമ്മൾ കാണേണ്ടത്. അർജുന അപ്പൊ നമ്മൾ കർമ്മയോഗമാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അതിന് കർമ്മയോഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എല്ലാതും ഭഗവാന് സമർപ്പിക്കണം അല്ലെ. നമുക്ക് ആ കഥ അറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ മാത്രമാണ് അർജുനൻ സ്വീകരിക്കുന്നത് അല്ലെ, വേറൊന്നും സ്വീകരിക്കണില്ല. പിന്നെ കൂടാതെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ പറയുന്ന പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഒരു ഉത്തമ യോഗി. അതിനൊരു ഉദാഹരണം. അതേകൊണ്ട് ആ വ്യക്തിയുടെ അർജുനന്റെ സ്വയം വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നാ പറഞ്ഞു. കാരണം സമർപ്പണം, നമ്മളെ നിത്യദാസനാണ് അല്ലെ നമ്മളെ സങ്കല്പം. അപ്പൊ നിത്യദാസായ അവസ്ഥയിലേക്ക് അർജുനൻ മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം വായിച്ചോളൂ. 26ാമത്തെ ശ്ലോകം. ഹരേഷ്ണ സോറി വായിക്കുന്നില്ല ആരും ഹരേഷ്ണ കേൾക്കണില്ല ഞാൻ പറയണത്? രേഷ്ണ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അല്ലേ? എനിക്ക് എന്റെ നെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം വായിച്ചോളൂ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ആവുന്നുണ്ട്. അത് നെറ്റിന്റെ ഞങ്ങളുടെ പ്രോബ്ലം എന്നറിയില്ല. ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? മറ്റുള്ളവർക്കൊക്കെ അപ്പൊ മാതാജിയുടെ ആയിരിക്കും. വേറെ ആരെങ്കിലും വായിച്ചോളൂ. അപ്പൊ 26ാമത്തെ ശ്ലോകം. സംയമാനേഷു യോഗതി വിഷയാനന്യ ഇന്ദ്രിയാനേഷു ജുഗ്വതി. ചിലർ കാളുകളത്തെ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണചക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിതമാകുന്ന അഗ്നിയും ഹോമിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിൽ രണ്ടു തരം, അതായത് ഇൻഡയറക്റ്റ് പറഞ്ഞത് ബ്രഹ്മചാരികളെയും ഗൃഹസ്ഥരെ പറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ രണ്ടുപേരും ചെയ്യേണ്ടത് ശരിക്കും എന്താണ്? അവരുടെ അഗ്നിയിൽ ഹോമിക്കുന്നതാണ്. ഒരാൾ ചെയ്യുന്ന ഇന്ദ്രിയ വിഷയങ്ങളെ അഗ്നിയിൽ ഹോമിക്കാണ്. പിന്നെ ശ്രവണ പ്രക്രിയയും ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നു, ആത്മസംയമനമാകുന്ന അഗ്നിയിൽ. അപ്പൊ രണ്ടുപേരും ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. ബ്രഹ്മചാരികളാണെങ്കിലും ഗൃഹസ്ഥരാണെങ്കിലും നമ്മൾ ആത്മീയതയിലേക്ക് മുന്നേറണമെങ്കിൽ, ഭക്തിയിലേക്ക് നമ്മൾ മുന്നേറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരും ചെയ്യേണ്ട കാര്യം ഒന്ന് തന്നെയാണ്. വേറെ വ്യക്തികൾ ഒന്നും കൂടെ ശ്രവണ പ്രക്രിയയിലെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. ഇവരെന്താണ്? ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്ന് തന്നെ. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി തികഞ്ഞ യോഗികളോ അതീന്ദ്രിയ ആത്മാക്കളോ ആകേണ്ടവരാണ്. മനുഷ്യ ജീവിതം മൃഗങ്ങൾ എന്ന പോലെ ഇന്ദ്രിയ സുഖ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മചാരികളാകുമ്പോൾ ആദ്യമേ തന്നെ അവന്റെ കാര്യങ്ങളല്ലാതെ അവർ ചെയ്തുകൊണ്ട് അവർക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിരിക്കും. ഗൃഹസ്ഥരെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കൽ അല്ല, കുറെ കാര്യങ്ങളൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അതാണ് നമ്മൾ അർത്ഥധർമ്മ കാമ മോക്ഷ എന്ന അവസ്ഥയിലേക്കാണ് പതുക്കെ പോകേണ്ടത്. അപ്പൊ ഗൃഹസ്ഥരായാലും വാനപ്രസ്ഥൻ, സന്യാസി, അതാണ് അയാൾ ചക്രം ഉണ്ടായിരിക്കുന്നത്, ചതുർവർണം അല്ലെങ്കിൽ ചതുരാശ്രമം. അപ്പൊ പ്രസ്ഥാനം അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ചില വ്യക്തികൾ ഡയറക്റ്റ് ബ്രഹ്മചാരിയൊക്കെ സ്വീകരിച്ച് അവർ പോകുന്നുണ്ടാവും. അത് ഓക്കെ. അല്ലാത്തവരെന്താണ്? ഇത് പതുക്കെ നമ്മള് ബ്രഹ്മചാര്യം, അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ ബ്രഹ്മചാര്യം, പിന്നത്തെ സ്റ്റേജിൽ ഗൃഹസ്ഥൻ, പിന്നത്തെ സ്റ്റേജിൽ വാനപ്രസ്ഥം, പിന്നത്തെ സ്റ്റേജിൽ സന്യാസം. അങ്ങനെ ആയിരിക്കണം പോകേണ്ടത്. അർത്ഥധർമ്മ കാമ മോക്ഷ എന്ന ലെവലിലേക്ക് നമ്മൾ പോകണം. അപ്പൊ അങ്ങനെ, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമുക്കറിയാം 84 ലക്ഷം ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത് അല്ലെ. അപ്പൊ അത്
അതൊരു മൃഗങ്ങളെ പോലെ തീർക്കാനുള്ളതല്ല എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണത കൈവരിക്കാൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ് ആത്മീയ ജീവിതം പൂർണ്ണ കൈവരിക്കാൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം, അതായത് എന്താ, ഈ ബ്രഹ്മചാര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥ, സന്യാസം, അതായത് ചതുരാശ്രമങ്ങളും ചതുർവർണ്ണങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്തിനാന്ന് വെച്ചാൽ ആത്മീയ ജീവിതം പൂർണ്ണത കൈവരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ, ചില സ്ഥലത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരുന്ന പോലെ തന്നെ, അത് നമ്മൾ ഒരു വഴി കൂടെ പോയി അടുത്ത വഴി കൂടെ വരുമ്പോഴേക്കും നമുക്ക് വ്യത്യാസം വരുന്ന പോലെ തന്നെ ആ വഴിയാണ്. ആ വഴിയിൽ കൂടെ വരുമ്പോ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു പറയില്ലേ, ചിലപ്പോ ഒരു ചിലത്ത് ചിലപ്പോ കംപ്ലീറ്റ് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടായിരിക്കും വിടുക. അപ്പൊ നമ്മളിലുള്ള നെഗറ്റീവ് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് പിന്നെ 2-3 ചെക്കപ്പ് ഉണ്ട് ചിലടത്ത്. വലിയ സ്ഥലത്ത് 2-3 ചെക്കപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിടുക അല്ലെ ഉള്ളിലേക്ക്. ആദ്യം വരുമ്പോൾ അവർ ജനറൽ ആയിട്ട് പറയും ചെരുപ്പൂരിയേക്ക്, പിന്നെ അടുത്ത ബാഗ് ഊരിയേക്ക്, പിന്നെ ചിലർ കംപ്ലീറ്റ് സ്കാൻ ചെയ്യും. ഇതേപോലെ തന്നെയാണ് ശരിക്കും ഈ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. ലക്ഷ്യം എന്താണ്? ശരിക്കും ആത്മീയതയാണ്. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മോശപ്രാപ്തിയിലേക്ക് നമ്മൾ കടക്കണം. ബ്രഹ്മചാരികൾ ശുദ്ധ ബ്രഹ്മചാരി ഹരേർ നാമ കീർത്തനം അതോ ഭഗവത് നാമ ശ്രവണ കീർത്തനം സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശുദ്ധ ബ്രഹ്മചാരി എന്ന് പറയുന്ന വ്യക്തി എന്താണ്? അത് ബ്രഹ്മത്തിലേക്കുള്ള അർപ്പണമാണ് അല്ലെ. അവരെപ്പോ ഏത് സമയവും ഇപ്പൊ എന്താണ്, ആ സമയത്ത് ഹരിഹർ നാമ കീർത്തനങ്ങളും അതുപോലെ ഭഗവത് നാമ ശ്രവണങ്ങളും കീർത്തനങ്ങളും ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പ്രാപഞ്ചികങ്ങളായ ശബ്ദബീജികളിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറുകയും ഹരേ കൃഷ്ണ എന്ന അതീന്ദ്രമായ ശബ്ദ സ്പന്ദനങ്ങളിൽ നിന്ന് മനസ്സുറപ്പിക്കുകയും ചെയ്യും. അവർക്ക് പ്രാപഞ്ചികമായ ശബ്ദങ്ങൾ, നമുക്ക് ചുറ്റുപാടുള്ള സംസാരങ്ങൾ, പറയില്ല, എന്താ പറയാ, അനാവശ്യമായിട്ടുള്ള ശബ്ദങ്ങൾ, അതായത് അനാവശ്യമായിട്ട് നമുക്കെല്ലാം ആവശ്യമായിട്ട് തോന്നും, അവർക്കല്ലാതെ അനാവശ്യമായിട്ട് തോന്നും. അതിന് മാറി അവർ ഏത് സമയം ഭഗവാന്റെ നാമകീർത്തനങ്ങളിലേക്ക് അവര് മനസ്സുറപ്പിച്ചിട്ടുണ്ടാവുന്ന പറയുന്നത്. ഗൃഹസ്ഥൻ ഇന്ദ്രിയഭോഗങ്ങൾ അല്പമൊക്കെ ആകാമെങ്കിലും അവൻ നിയന്ത്രണ വിധേയമായി മാത്രം അനുഭവിക്കുന്നു. നിയന്ത്രിതമായ ലൈംഗിക ജീവിതമാണ് അനുയോജ്യമായ മാർഗമാണ് വിവാഹം. കാരണം ഗൃഹസ്ഥനെ സംബന്ധിച്ച് കുറച്ച് നമുക്ക് വേണം, അതിന് കാമവും അർത്ഥവും കൂടെ വരുന്നത്. അത് നമ്മൾ ഗൃഹസ്ഥ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അത് ഉപയോഗിക്കണം, അത് നിയന്ത്രണ വിധേയമായിരിക്കണം. ഇവൻ ലൈംഗിക ജീവിതമാണെങ്കിലും അത് അതിന്റെ രീതിയിൽ നമ്മൾ കൊണ്ടുപോകണം. കാരണം അതൊന്നല്ല നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മൾക്ക് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ, നമുക്കറിയാം ലാസ്റ്റ് ജന്മം നമുക്ക് മനുഷ്യ ജന്മമാണ് നമുക്ക് ലാസ്റ്റ് ജന്മം എന്നറിയാലോ അല്ലെ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇതൊന്നും, ഇപ്പൊ ഇത്രയും എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ മനുഷ്യ ജന്മത്തിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം. ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഭഗവത് സാക്ഷാത്കാരം, അതിന്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നത്? പല കാര്യത്തിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതിനുള്ള കൃഷ്ണാവബോധം നല്ലതുപോലെ ഉള്ളവർക്കാണെങ്കിൽ അതിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അല്ലാത്തവർക്ക് അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നത്. നമ്മള് നമ്മളെ രീതിയിൽ എല്ലാ രീതിയിലും പല രീതിയിലും എൻജോയ്മെന്റ് കഴിഞ്ഞ വ്യക്തികളാണ് ബേസിക് ആയിട്ട് അല്ലെ. നമുക്ക് നായര ജീവിതം കിട്ടി. അപ്പൊ നായർ രീതിയിലുള്ള ജീവിതം നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ കഴുതര ജീവിതം എൻജോയ് ചെയ്ത്, പറവര കിട്ടി, പറവര ജീവിതം കിട്ടി. വീണ്ടും നമ്മൾ മനുഷ്യ ജീവിതത്തിലേക്ക് വരുമ്പോഴും നമുക്ക് വീണ്ടും ഇത് മതി വരുന്നില്ല അല്ലെ. അത് കാരണമല്ലേ നമ്മൾ ഈ പ്രശ്നങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? ത്രിഗുണങ്ങളാണ് കാരണം. പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഉണ്ട് അതിന്റെ പോയിന്റ്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ത്രിഗുണങ്ങൾ പറഞ്ഞ പോയിന്റ്സ് ആയിരുന്നു. നമ്മൾ എത്ര നമ്മളിപ്പോ ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്തോരം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടെന്ന് വീണ്ടും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ വീണ്ടും നമുക്കത് വാങ്ങിക്കാൻ തോന്നും അല്ലെ. അപ്പൊ അതിന് ത്രിഗുണങ്ങൾ, അതിന് ബന്ധമുണ്ട്, ഒരു സംശയമില്ല. പിന്നെ എന്താണ്, നമ്മളെ ആഗ്രഹങ്ങൾ എവിടെ നിന്ന് വരുന്നത്? ആസക്തി നമ്മൾ എത്ര ജന്മങ്ങൾ, എത്രയോ ജന്മങ്ങളിൽ കൂടിയാണ് അല്ലെ നമ്മൾ കയറി ഇറങ്ങി വരുന്നത്. അപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ മുഴുവനായിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മളെ അവബോധത്തിൽ അപ്പോഴും ചിലപ്പോൾ നിലനിൽക്കുന്നുണ്ടാവും. അപ്പൊ അതും ഒരു കാരണമാണ്. അങ്ങനെ പല കാരണം കൊണ്ടാണ് പല ആഗ്രഹങ്ങളും വീണ്ടും നമുക്ക് ഇങ്ങനെ കയറി വരുന്നത്. പക്ഷെ അത് സത്യം നമുക്ക് മനസ്സിലാക്കി ഭൗതിക ജീവിതം, അതായത് മനുഷ്യ ജീവിതം നമ്മുടെ അൾട്ടിമേറ്റ് നമുക്ക് ഈ ആത്മീയ ജീവിതത്തിനുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പറ്റാത്ത കാരണം കൊണ്ടാണ് ശരിക്കും ഇങ്ങനത്തെ ഉള്ള പിന്നെ
ഗൃഹസ്ഥവും എന്ത് പറഞ്ഞത് ചതുരാശ്രമവും ചതുർവർണ്ണങ്ങളൊക്കെ സൃഷ്ടിച്ച് അതിലെ കൂടെ നമ്മൾ പ്രോസസ്സിങ് നമ്മൊരു പറയാലോ, നമുക്കറിയാലോ ആർമിയില് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വരുന്ന കുറെ ട്രെയിനിങ് ഉണ്ട് അല്ലെ, അല്ലാണ്ട് പെട്ടെന്ന് നേരിട്ട് വാർഫീൽഡിലേക്ക് പറഞ്ഞു വിടൂല എന്ന് പറഞ്ഞ പോലെ ട്രെയിനിങ് ആണ് ഈ ശരിക്കും പറഞ്ഞ ഈ ചതുരാശ്രമങ്ങളും ചതുർവർണ്ണങ്ങളും. അടുത്ത ശ്ലോകം വായിച്ചോളൂ മതി. സർവാണീന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരേ ആത്മസംയമനോജ്ഞൗ യുഗ്വന്തി ജ്ഞാനദീപിതേ. വിവർത്തനം: ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായ മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നേത്രങ്ങളിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളെയും പ്രാണപ്രവർത്തനങ്ങളെയും നിയന്ത്രിതമായ മനസ്സാവുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ, അത് വേറൊരു രീതിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഹരികൃഷ്ണൻ, അത് പല രീതിയിലും, അതായത് ആത്മസാക്ഷാത്കാരത്തിന് പല വഴികൾ ഉണ്ടെന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പൊ മറ്റ് ചിലരുന്ന മറ്റ് താല്പര്യ മറ്റു ചിലർ അങ്ങനെ പല രീതിയിലും ഉണ്ടെന്ന് പറയുന്നത്. അവരെന്താ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണത്തിലൂടെ ഇന്ദ്രിയ മനസ്സിനെ നിയന്ത്രിക്കണം. എല്ലാ ഇന്ദ്രിയ എല്ലാ പ്രവർത്തനങ്ങളെ പ്രാണപ്രവർത്തനങ്ങൾ നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഉപയോഗിക്കുന്നത്. അപ്പം മനസ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് എടുക്കുക. അവര് പല രീതിയിലും നമുക്ക് ചെയ്ത് മനസ്സിനെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഏതുമായാലും ശരി. അപ്പൊ മനസ്സ് എന്ന് വരുമ്പോൾ അവിടെ എത്തി മനസ്സിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അത് അതിന് പറയുക പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് അത് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് അല്ലെ ഫസ്റ്റ് പണി. അതാണ് യോഗാഭ്യാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്യുന്നതാണ് പതഞ്ജലി യോഗ പദ്ധതിയാണ് 27-27 ശ്ലോകത്തിൽ പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഇതില് 27-ാമത്തെ ഇതില് ഭാവാർത്ഥം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതില് 27-ാമത്തിൽ ഇതൊന്നും വരുന്നില്ല. ആശുപത്രികൾ യജ്ഞം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. 28-27 തമ്മിലാണ് കേട്ടാ. അത് സോറി, 28-ാമത്തത് 27, 27-ാമത്തെ 28 മാറിപ്പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ 28-ാമത്തെ ഇതാണ് വായിക്കുന്നത്. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. ശരിക്കും 27-ന് 28 ചെയ്തിട്ടുള്ളത്. പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൽ വരുന്ന അഷ്ടാംഗ യോഗമാണ് ഇതിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതിന് ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനുള്ള യോഗ പ്രക്രിയ പ്രാണയാമം എന്നാണ് പറയപ്പെടുന്നത്. ആത്മസാക്ഷാത്കാര പുരോഗതിക്ക് വേണ്ടിയും ഇന്ദ്രിയ സംയമനത്തിനും വേണ്ടിയാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇത്? ഇന്ദ്രിയങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഈ ശ്ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവരെന്ന് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ്? യോഗാഭ്യാസികളാണ് അല്ല, അഷ്ടാംഗ യോഗം. അവരെങ്ങനെ ചെയ്യുന്നത്? ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിലൂടെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് അവർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് എന്താണ് പല കാര്യങ്ങളുണ്ട്. കുംഭക യോഗം പരിശീലിച്ച് ആത്മസാക്ഷാത്കാരം പൂർണ്ണതയ്ക്ക് ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. അത് തന്നെ ഒരു യോഗാഭ്യാസമാണ് കുംഭക യോഗം എന്ന് പറഞ്ഞാൽ. അത് ഉപയോഗിച്ചിട്ട് ജീവിത ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. അതെന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? ജീവദൈർഘ്യം കൂട്ടണം എന്തിനാണത്? കൃഷ്ണ, ഭഗവാൻ നമുക്ക് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി അപ്പൊ അവര് സംഭവിച്ചു. ഇതിപ്പോ ഇവര് ചെയ്യുന്നത് യോഗികളുണ്ടല്ലോ. അത് ഇവര് ചെയ്യുന്നത് മനസ്സിനെ നിയന്ത്രിച്ച് അഷ്ടാംഗ യോഗത്തിൽ വരുന്നതാണ്. അഷ്ടാംഗ യോഗത്തിൽ കുംഭക യോഗം പരിശീലിച്ച് ആത്മസാക്ഷാത്കാര പൂർണ്ണതയ്ക്ക് വേണ്ടി ജീവദൈർഘ്യം കൂട്ടണം അവര്. ജീവദൈർഘ്യം ഇപ്പൊ നമുക്കൊരു 80 വയസ്സിനെങ്കിൽ അവര് 100 വർഷം 200 വർഷം എത്ര വർഷം എന്നറിയില്ല, അവർ എത്ര വർഷം ജീവിക്കാൻ ശ്രമിക്കുന്ന പറയണം. അവരെന്തിനാ അത് ചെയ്യുന്നത്? പ്രാണ നിയന്ത്രണത്തിൽ കൂടെ ഇന്ദ്രിയങ്ങൾക്ക് കൺട്രോൾ വരും. ഇന്ദ്രിയ കൺട്രോൾ വരുമ്പോൾ അതീന്ദ്രിയ ലെവലിലേക്കുള്ള യാത്രയായിരിക്കും. അതൊക്കെ ശരിയാ, അതൊക്കെ അവർക്ക് കിട്ടുമല്ല. അവർക്ക് യോഗ ചെയ്യുമ്പോൾ അതൊക്കെ മനസ്സിലാവും. പക്ഷെ ഈ ഒരു സ്പെഷ്യൽ യോഗ അവർ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ പല പല വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ അവര് ഒരു ജനറൽ ആയിട്ട് ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവസ്ഥ ഒക്കെ കിട്ടും. പരിശീലിക്കുന്നുണ്ട്. അതെന്തിനാ? ആയുർ വർദ്ധനവിന് വേണ്ടിയിട്ടാവും ഭഗവത് സാക്ഷാത്കാരത്തില് ആയുർ അതെന്തിനു കൂട്ടണെന്തിനാണ് ചോദിക്കുന്നത്?
അത് നിങ്ങൾക്ക് ഹോംവർക്ക് അടുത്ത ആഴ്ച പറയാം. ഹരേ കൃഷ്ണ. അടുത്തത്, ബുദ്ധിമാനായ ഒരു യോഗി അടുത്ത ജന്മത്തിന് കാത്തിരിക്കാതെ ഈ ജന്മത്തിൽ തന്നെ പൂർണ്ണത കൈവരിക്കാൻ ആഗ്രഹിക്കും. അത് ഞാൻ മറന്നുപോയി, ഞാൻ അത് പറയാനും പറഞ്ഞത്, പക്ഷെ ആൻസർ അടുത്ത് തന്നെ വന്നു. കാരണം അവരെന്തിനാണ് അടുത്ത ജന്മത്തിലേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അവർ ഈ ജന്മത്തിൽ തന്നെ ഇത് മതി എനിക്ക്, അപ്പൊ അത് ഈ ജന്മം നീട്ടിക്കൊണ്ടു പോയിട്ട് തീരാത്തത് മുഴുവൻ ഈ ജന്മത്തിൽ തീർത്തിട്ട് അവർ വിടാണ്. അതിനു വേണ്ടിയാണ് അപ്പൊ യോഗ അവർ പരിശീലിക്കുന്നത്. കൃഷ്ണബോധം ഒരാൾക്ക് എപ്പോഴും അതീന്ദ്രിയ ഭാവത്തിൽ ഭക്തി സേവം ഒഴുകിയിരിക്കുന്ന സ്വാഭാവിക തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. കാരണം കൃഷ്ണബോധം എന്ന് പറയുമ്പോൾ അതിന് സ്പെഷ്യൽ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇന്ദ്രിയ നിയന്ത്രണം ആയിക്കോളും. അതാണ് കൃഷ്ണബോധത്തിന്റെ പ്രവർത്തനം. എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അയാളുടെ ഇന്ദ്രിയങ്ങൾ മറ്റു കർമ്മങ്ങളിൽ നിന്ന് ചെന്നുപെടാറില്ല. അതുകൊണ്ട് ജീവിത അവസാനത്തിൽ കൃഷ്ണന്റെ അതീന്ദ്രിയ തലത്തിൽ സ്വാഭാവികമായി അയാൾ എത്തിച്ചേരും. ആ നിലയ്ക്ക് തന്റെ ഇഹലോകം ജീവിപ്പിക്കാൻ ആ ഭക്തൻ ശ്രമിക്കുകയില്ല. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ച്, പ്യുവറായിട്ടുള്ള ഡിവോട്ടിനെ സംബന്ധിച്ച് ആ വ്യക്തി ഒരിക്കലും ജീവിതം ധാരിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തിക്ക് അറിയാം ഓട്ടോമാറ്റിക് എന്റെ ജീവിതം അവസാനമാകുമ്പോ ഭഗവാൻ വന്നുകൊള്ളും, ഭഗവാൻ എന്നെ രക്ഷിച്ചോളും. അത് തന്നെ ചിന്ത ഉണ്ടാവില്ല അവർക്ക്, കാരണം അവരെ ജീവിതം മുഴുവനും ഭഗവാന് സമർപ്പിച്ചത്. അപ്പൊ ഭഗവാൻ ഇഹലോക ജീവിതം ദീർപ്പിക്കാനോ ഇഹലോക ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പൊ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു യോഗി അല്ലെ അഷ്ടാംഗ യോഗി അഷ്ടാംഗ യോഗവും അതേപോലെ തന്നെ ഭക്തി ചെയ്യുന്ന ഒരു ഭക്തൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത്. ഭക്തൻ ഒരിക്കലും ഒരു പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അത് കിട്ടണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. കൃഷ്ണബോധവനായ വ്യക്തി എപ്പോഴും അവബോധത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് പതനത്തിന് പ്രശ്നമില്ല. അവസാനം അയാൾക്ക് അജിരേണ ഭക്തി സന്നദ്ധി ഭക്ത വത്സ സന്നിധി പോവുകയും ചെയ്യും. അപ്പൊ അൾട്ടിമേറ്റ് ആ വ്യക്തിക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലൊക്കെ വീഴ്ചകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ബാക്കി ഏത് യോഗാഭ്യാസത്തിലാണെങ്കിലും വീഴ്ചകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ വീഴ്ചകൾ വരില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് കുറയും കുറച്ച് കൂടുതൽ ഇങ്ങനെ മാറി കുറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ വീഴ്ച വരില്ല, കാരണം നമ്മൾ ഉള്ളിലുള്ള ശക്തിയാണ് അതല്ലേ. അപ്പൊ അത് കാരണം നമുക്ക് വീഴ്ച വരാനുള്ള സാധ്യതയില്ല. മറ്റേന്ന് പറഞ്ഞാൽ വേറെ രീതിക്കാണ് പോണത്, അപ്പൊ അവിടെ വീഴ്ചകൾ സംഭവിക്കാം. ഇവിടെ ഒരിക്കലും വീഴ്ചകൾ വരില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം 28. ദ്രവ്യയജ്ഞസ്തപോ യജ്ഞ യോഗയജ്ഞസ്തഥാ പരേ സാധ്യായജ്ഞാനയജ്ഞശ്ച യദയം സംശിതവൃത്താഃ. ഹരേ കൃഷ്ണ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധഭീഷ്മതരാകും. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചാലും അഷ്ടാംഗ യോഗേന പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാനുയജ്ഞത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനിയിപ്പോ അത് യജ്ഞങ്ങളെ പറ്റി പല യജ്ഞങ്ങളെ പറ്റി തിരിക്കണ്. ഇതിൽ മെയിനായിട്ട് 4 യജ്ഞങ്ങൾ എന്ന് പറഞ്ഞ ആദ്യത്തെ യജ്ഞം അത് സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധദീപ്തരാകുന്നു, അതിന് ദിവ്യയജ്ഞം. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ച് അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദജ്ഞാനത്തിലും ഈ അവസ്ഥ കൈവരിക്കുന്നു. അപ്പൊ പല രീതിയിൽ നമുക്ക് അതീന്ദ്ര അവസ്ഥയിലേക്ക് നമുക്ക് എത്താം. അതിൽ ഒരു മാർഗം ഒരെണ്ണം ചെയ്യണത് എന്ന് പറഞ്ഞത് ദ്രവ്യയജ്ഞമാണ്. ആശുപത്രികളും വൃദ്ധ മന്ദിരങ്ങളും ദരിദ്രർക്ക് സൗജന്യമായ ചികിത്സ, വിദ്യാഭ്യാസം, ആഹാരം തുടങ്ങി നൽകുന്നതിനുള്ള ഇത്തരത്തിലുള്ള ധർമ്മസ്ഥാപനങ്ങൾ മറ്റു രാജ്യങ്ങളിലുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം ദ്രവ്യയജ്ഞമാണ്. ദ്രവ്യം കൊണ്ട് ഭഗവാന് സമർപ്പിക്കുക, അതാണ് പറഞ്ഞു. അതും നമ്മ പതുക്കിയിൽ എത്തും. നമ്മൾ സ്വയം അവരെന്താണ് ഈ അവസ്ഥ കൈവരിക്കുന്നു. ഏതവസ്ഥ? ഭഗവാനിലുള്ള സാക്ഷാത്കാരം അവരെ പതുക്കെ കൈവരിക്കും. പക്ഷെ ഇതൊരു സ്റ്റെപ്പുകൾ മാത്രമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് 12ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ശരിക്കും ഭക്തിയോഗത്തിൽ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമുക്കത് മനസ്സിലാക്കി ഇത് സ്റ്റെപ്പുകളാണ്. അപ്പൊ എന്താണ് ഇത്? ദ്രവ്യയജ്ഞം, ദ്രവ്യം കൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക. ഇതെന്താണ് നമ്മൾക്ക് വൃദ്ധമന്ദിരങ്ങളും ദരിദ്രർക്കും കൊടുത്തോണ്ട് എങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഉയരാ? അതിന് കാരണം എന്താ? ദ്രവ്യയജ്ഞം കിട്ടി. ദ്രവ്യയജ്ഞം ചെയ്തുകൊണ്ട് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ എന്ത് ബെനിഫിറ്റാ കിട്ടുന്നത്? ഇപ്പൊ നമ്മളുള്ള കയ്യില് കാശെടുത്ത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ കയ്യിൽ കാശെടുത്ത് നമ്മൾ വിദ്യാഭ്യാസവും ആഹാരം മറ്റുള്ളവർക്ക് ആഹാരമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്താ കിട്ടുന്നത്? മറ്റുള്ളവർ പറയും നല്ല വ്യക്തി എന്നൊക്കെ പറയും, ഒക്കെ ശരിയാണ്.
അല്ലാണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ എനിക്ക് എന്താ എന്നുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്നുണ്ടോ ജയമാതാജി? മാതാജിയുടെ സൗണ്ട് കേൾക്കുന്നു. അർപ്പിച്ചുകൊണ്ട് ചെയ്താല് അത് ഭഗവാൻ കുട്ടിയുടെ പ്രോബ്ലം ഉണ്ട് പ്രഭാത കൊണ്ട് ഇത് ഭഗവാന് സമർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഭഗവാൻ സമർപ്പണമൊന്നുമില്ല. പുണ്യം കിട്ടും പ്രഭു. പുണ്യമൊക്കെ കിട്ടും, അത് ശരിയാ. അതില് ബേസിക് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ വേണ്ട ഒരു കരുണ അല്ലെ, മറ്റുള്ളവരെ അയ വിഷമം കാണുമ്പോൾ നമ്മൾ അതിനോട് ടച്ച് ആയിക്കൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ ഒരു കരുണ നമ്മളിലേക്ക് പതുക്കെ വരും. അതിന് ഏറ്റവും വലിയ പ്രശ്നം ഗുണം. അപ്പൊ ദ്രവ്യയജ്ഞം എന്ന് പറയുമ്പോൾ അതാണ് ദ്രവ്യം കൊണ്ട് ഭഗവാനെ പൂജിക്കുക. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ ഈ നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഒരു കരുണയാണ് ചെയ്യണത്. കരുണ ഭഗവാൻ തന്നെ കരുണ തന്നെയാണല്ലോ. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആ ഒരു പ്രോസസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതിന് ഒരു കരുണ നമുക്ക് തുടങ്ങും. അതും നമുക്ക് ആവശ്യമല്ല, അതിനൊരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പറഞ്ഞത്. പിന്നെ കർക്കശമായ നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കാമെന്ന് ശപഥം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ജീവിത സുഖങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് തപോയജ്ഞം. ഒന്ന് ദ്രവ്യയജ്ഞം, ഒന്ന് തപോയജ്ഞം. തപോയജ്ഞം എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, കാരണം അത്ര കർക്കശമായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങളിൽ കൂടെ പോകണം. അത് തപോയജ്ഞം. പിന്നെ സ്വയം നിരപേക്ഷ തത്വയിൽ ലയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് യോഗനിഷ്ഠയോ പ്രത്യേക സിദ്ധികളോ ഹഠയോഗം, അഷ്ടാംഗയോഗം എന്നിവയിൽ ഏർപ്പെടുന്നു. ചിലർ തീർത്ഥാടന യാത്രകൾ നടത്തും. ഭൗതിക ലോകം പൂർണ്ണ നേടുന്ന ഇവയെല്ലാം യോഗയജ്ഞങ്ങളാണ്. അപ്പൊ ഇത് യോഗയജ്ഞങ്ങൾ. യോഗയജ്ഞം എന്ന് പറയുമ്പോ പറഞ്ഞിട്ടുള്ള കുറെ നിബന്ധനകൾ, ഹഠയോഗം, അഷ്ടാംഗയോഗം, അത് അനവധി ഉണ്ട്. അപ്പൊ അതിൽ പല മാർഗങ്ങളിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാം. അതാണ് യോഗയജ്ഞം. പിന്നെ വൈദിക സാഹിത്യം, വിശേഷിച്ച് ഉപനിഷത്തുകൾ, വേദാന്ത സൂത്രങ്ങൾ, സത്യദർശനം എന്നിവ വായിച്ചു പഠിക്കുന്നവരായിട്ട് ഇനിയും ചിലരുണ്ട്. അതാണ് സ്വാധ്യായജ്ഞം എന്ന് പറയുന്നത്. നമ്മള് പഠിക്കുക പല കാര്യങ്ങളും അല്ലെ, ആത്മീയമായിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളും വായിച്ചുകൊണ്ടിരിക്കുമ്പോ അതും ഒരു യജ്ഞം തന്നെയാണെന്ന് പറയുന്നത്. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആണ്. മുൻ പറഞ്ഞ യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാവുന്നതെല്ലാം ഈ അവസ്ഥ കൃഷ്ണന്റെ ഭക്തന്റെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് കൃഷ്ണാവബോധം ദിവ്യമാണ്. അപ്പൊ ഇതിനേലൊക്കെ ഏറ്റവും ബെറ്റർ ആണ് ഏത് കൃഷ്ണാവബോധം. അത് ശരിക്കും ലഭിക്കുന്ന എവിടെ നിന്നാണ്? ഒന്നില്ലെങ്കിൽ ഭക്തന്റെയോ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നിട്ട് നേരിട്ടായിരിക്കും നമുക്ക് അത് ലഭിക്കുക. അതാണ് കൃഷ്ണാവബോധമാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇത്രയുണ്ട്. നമുക്ക് ദിവ്യയജ്ഞം ഉണ്ട്, തപോയജ്ഞം ഉണ്ട്, യോഗയജ്ഞം ഉണ്ട്, സാധ്യയജ്ഞങ്ങളുണ്ട്. ഇങ്ങനെ 4 തരത്തില് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തികളും ഉണ്ട് എന്നാണ് പറയണത്. അടുത്ത ശ്ലോകം. ഹരേ കൃഷ്ണ. അപാനേ ജുഹ്വതി പ്രാണം പ്രാണാപാനേ തഥാ പരേ പ്രാണാപാനഗതിം കൃത്വാ പ്രാണായാമപരായണഃ അവരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ഹരേ കൃഷ്ണ. ശ്വാസചലനത്തെ വിശ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധനം ചെയ്ത് സമാധിയിലേക്ക് വർത്തിക്കുന്നവൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാന സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധനത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ഇതില് അഷ്ടാംഗ യോഗത്തെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിൽ അർപ്പിച്ചുകൊണ്ട് ശ്വാസ നിരോധനം ചെയ്ത് സമാധിയിൽ വർത്തിക്കാൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാന സമാധിസ്ഥരാകുന്നു. മറ്റു ചില ആഹാര നിരോധത്താൽ ഉച്ഛ്വാസ അതിൽ തന്നെ ഹോമിക്കുന്നു. അപ്പൊ ഇതില് ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എന്താ പറയുന്നത്, സമാധിയിൽ വർദ്ധിക്കാൻ താല്പര്യമുള്ളവർ മറ്റു ചിലരുണ്ട്. അപ്പൊ ഇത് നമ്മളെ ചോയ്സ് ആണ്. എല്ലാതും നമുക്ക് എന്താണ് ഇഷ്ടം അതാ. അപ്പൊ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഏറ്റവും എളുപ്പം ഇതല്ലേ എന്ന് ചോദിച്ച് ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഇതല്ലേ എളുപ്പം? നമുക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ നമ്മൾക്കുള്ള ചെറിയ വിവരം അനുസരിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണാവബോധമാണ് നല്ലത്, ഭഗവാന്റെ അടിച്ചാൻ. അപ്പൊ മറ്റുള്ളവർക്ക് അത് എന്തുകൊണ്ട് തോന്നുന്നില്ല? അത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല? നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളേലും വലിയ വലിയ കഴിവുള്ള വ്യക്തികൾക്ക് അവർക്ക് തോന്നുന്നില്ല അത് ചെയ്യാൻ.
അതെന്താണ് കാരണം എന്റെ? അതാണ് പറഞ്ഞത് സമാധിയിൽ വർത്തിക്കാൻ താല്പര്യമുള്ളവർ ചിലരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. അതിന് പിറകിൽ പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. മാത്സ് പഠിക്കാൻ ഇഷ്ടം, നമുക്ക് എല്ലാവർക്കും മാത്സ് ടഫ് ആയിരിക്കും, ചിലർക്ക് മാത്സ് പഠിക്കാനായിരിക്കും ഇഷ്ടം. അത് അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതാണ് അതിൽ പറഞ്ഞത്. അപ്പൊ ആ രീതിനെ പറയാം, അത് പറ്റിയത് അഷ്ടാംഗയോഗത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള യോഗ പ്രക്രിയ പ്രാണായാമം എന്ന്. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസത്തെ നിയന്ത്രിക്കുക. ശ്വാസം നിയന്ത്രിക്കുന്ന എന്തിനാണ്? മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആദ്യപടി. അങ്ങനെ പടിപടി അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞാൽ പടിയായിട്ടാണല്ലോ കയറുന്നത്. 8 അംഗങ്ങൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ അതിൽ വരുമ്പോ പ്രാണായാമം ചെയ്താല് പിന്നെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രാണായാമം, അതായത് ശ്വാസത്തെ നിയന്ത്രിക്കാനാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാൽ പുരോഗതിക്ക് വേണ്ടി ഇന്ദ്രിയ സംയമനത്തിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് യോഗ പ്രക്രിയ. അപ്പൊ എന്താണ്? അത് ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് യോഗ പ്രക്രിയ. കുംഭക യോഗ പരിശീലനം കൊണ്ട് യോഗി തന്റെ ജീവിത ദൈർഘ്യം അനേകം വർഷങ്ങളായി വർദ്ധിപ്പിക്കുന്നു. കൃഷ്ണബോധം വന്ന ഒരാൾക്കാരുടെ എപ്പോഴും അതീന്ദ്രിയ ഭാവത്തെ ബഹുസേവനത്തിൽ മുഴുകിയിരിക്കാൻ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. അപ്പൊ മറ്റേവര് ചെയ്യുന്ന കുംഭക യോഗം അത് അങ്ങനത്തുള്ള പരിശീലിപ്പിച്ച് അവർ ജീവിത ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു. പക്ഷെ ഭക്തരാണെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല, അവർ സ്വാഭാവികമായി തന്നെ ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നു. കൃഷ്ണബോധനായ വ്യക്തിയുടെ തുടക്കം തന്നെ അതീന്ദ്രിയിൽ നിന്നാണ്. അയാൾ എപ്പോഴും അവബോധത്തിൽ ആ അവബോധത്തിൽ തന്നെ നിലകൊള്ളുന്നു. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. കാരണം ഭഗവാന്റെ ആ അതീന്ദ്ര അവസ്ഥയിൽ എത്തിയ വ്യക്തികൾക്ക്, അതായത് കൃഷ്ണബോധത്തിലൂടെ അതീന്ദ്ര അവസ്ഥയിലേക്ക് എത്തിയ വ്യക്തികൾക്ക് അവർ ഒരിക്കലും താഴ്ത്തു വീഴില്ല എന്ന് പറയുന്നു. മറ്റവർക്ക് ചിലപ്പോൾ വീഴാൻ സാധിക്കാം. അവർ എത്ര മുകളിൽ വന്നാലും അവർക്ക് ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം കൊണ്ട് അവർ താഴ്ത്തു വീഴും. ഇവർ ഒരിക്കലും വീഴില്ല എന്നാണ് പറയുന്നത്. 30 ശ്ലോകം വായിച്ചോളുന്നുണ്ട്. സർവേ യജ്ഞവിദോ യജ്ഞാക്ഷവിദ കൽമഷാഃ യജ്ഞാശിഷ്ടമൃതഭൂതോ യാന്തി ബ്രഹ്മ സനാതനം. ഹരേ കൃഷ്ണ. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പാപപ്രതികരണങ്ങൾ നീക്കിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യായാമത്തിലേക്ക് മുന്നേറുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏത് തന്നെയാണ് യജ്ഞത്തിന്റെ ഉദ്ദേശം ഗ്രഹിച്ചത്, നമ്മൾ എന്ത് കാര്യം ഗ്രഹിച്ചത്, യജ്ഞത്തെ പാപപ്രതി നീങ്ങിയവരുമാണ് യോഗികളെല്ലാം. യജ്ഞഫലങ്ങളെ അമൃതം നുകരുന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. അവർ മുന്നേറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് ഇന്ദ്രിയ സുഖ ഭോക്ത ശക്തിയുടെ ഭൗതിക അസ്തിത്വത്തിന്റെ മൂല കാരണം. കാരണം എന്താ പറയാ, ഭൗതികത, നമുക്ക് ഇന്ദ്രിയ സുഖത്തിനോടുള്ള പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് ഇന്ദ്രിയ സന്ദർഭണത്തിൽ നിന്ന് ഭിന്നമായ ഒരു നില വർത്തിക്കാത്തിടത്തോളം കാലം സച്ചിദാനന്ദമായ സനാതന നിലയിലേക്ക് ഉയർപ്പെടാൻ യാതൊരു നിർവാഹവുമില്ല. ഇന്ദ്രിയത്തിനെ നിയന്ത്രിക്കാതെ നമുക്ക് സനാതനമായ സച്ചിദാനന്ദത്തിലേക്ക് നമ്മൾക്ക് കടക്കാൻ കഴിയില്ല. അത് ഗ്യാരണ്ടിയാണ്. ഇന്ദ്രിയങ്ങളെ അത് മാർഗം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ പുരോഗമിച്ച ഒരാൾ ഈ ജന്മത്തിൽ സന്തുഷ്ടനും ഐശ്വര്യനുമാകുന്നത് കൂടാതെ അവസാനം അവക്തി ഗ്രന്ഥത്തിൽ ലയിച്ചോ ശ്രീകൃഷ്ണഭഗവാന്റെ സഹവാസം നേടിയോ ശാസനമായ ദൈവ സാമ്രാജ്യത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്താണ്? കാരണം ജീവിതത്തിൽ പുരോഗമിച്ച് വ്യക്തികൾ, അത് ജീവിതത്തിൽ പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ ചെയ്ത് പുരോഗമിച്ച വ്യക്തികൾ പതുക്കെ പറഞ്ഞില്ല, ആദ്യം ഞാൻ ബ്രഹ്മ സാക്ഷാത്കാരായിരിക്കും, പിന്നെ ലാസ്റ്റ് ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്ക് അല്ലെങ്കിൽ ദൈവ സാമ്രാജ്യത്തിൽ അവർ പ്രവേശിച്ചിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഈ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞ ഒന്ന് ദ്രവ്യയജ്ഞമായി, അതേപോലെ തന്നെ നമ്മൾ പല ഏത് മാർഗത്തിലൂടെ ആണെങ്കിലും അവര് പതുക്കെ കടക്കും എന്ന് പറയുന്നത്. എല്ലാതും നല്ലതാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കൃഷ്ണാവബോധം, അതായത് ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഹരേഷ്ണ, നമുക്ക് നിർത്താം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇന്ന് എത്രാമത്തെ ശ്ലോകം വെച്ചാണ് എടുത്തത്? വളരെ ശ്ലോകം കുറച്ചു സ്ലോ എടുത്തോളൂ അല്ലെ, 7-8 സ്ലോ എടുത്തോളുന്നുണ്ട് അല്ലെ. നമ്മള് സ്പീഡ് കൂട്ടേണ്ടി വരും, അല്ല അമ്പലത്തിൽ നിന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ നമ്മൾ നിർത്താം. ഇതിൽ ഇന്നും പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേഷ്ണ.
നിർത്തിക്കോട്ടെ എന്നാ മാതാജി, സ്റ്റോപ്പ് ചെയ്യാനേ. ഓക്കെ. വാഞ്ചകൽപരൂപച്ച കൃപാസിന്ധ്യാപച്ച പതിനാം പാവനേപി വൈഷ്ണവേപി നമാനന്ദകോടി വൈഷ്ണവ ഭക്തർക്ക് ഗുരുദേവക്ക് ഹരികൃഷ്ണൻ. എല്ലാവർക്കും പ്രണാമം. പ്രണാമം, എല്ലാവർക്കും പ്രണാമം. അടുത്ത ക്ലാസ്.